വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ വരുന്നവൻ ആദ്യമേ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഇത് മുഴുവൻ സത്യമാകും. പൗലോസാണേലും പരിശുദ്ധാത്മാവിൽ അവസാനം പറയുന്ന വാക്ക്, ഞാൻ നല്ല പോര് പൊരുതി വിശ്വാസം കാത്തു. പലരും ചെറിയ നിസ്സാര കാര്യം വരുമ്പം ഈ വിശ്വാസത്തെ ത്യജിച്ച് വന്ന വഴിയിലേക്ക് തിരിച്ചു പോകാറുണ്ട്. അതിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരായുസേ ഉള്ളൂ, ഒരു ദൗത്യമേ ഉള്ളൂ, ഈ യേശുവിന് വേണ്ടി ജീവിക്കുക. അതിന് വെല്ലുവിളികൾ വന്നേക്കാം, അനേക വെല്ലുവിളി വന്നേക്കാം. പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ഈ ദൗത്യത്തിനാണ് അയക്കപ്പെട്ടവന് എന്ന് ബോധ്യം വന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. ബൈ ഫെയ്ത്ത് Abraham obeyed when he was called to go out to a place which he would receive as an inheritance. He went out not knowing where he was going. അബ്രഹാം പിതൃഭവനവും ചാർച്ചക്കാരും ഒക്കെ വിട്ട് ഇറങ്ങണമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കാതെ അങ്ങ് ഇറങ്ങി. അതാ വിശ്വാസം. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെട്ടത്. നിന്നെ കാണാനിരിക്കുന്ന ദേശത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. ഏതാ ദേശം? ലൊക്കേഷൻ മാപ്പ് തരാമോ? ഒന്നും ചോദിച്ചില്ല. പറഞ്ഞത് ദൈവമാണെന്ന് ബോധ്യം.